മലപ്പുറം ജില്ല തിരിച്ചുകൊണ്ട്, മതം തിരിച്ചുകൊണ്ട് ഈ നാട്ടിലെ തദ്ദേശീയ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു വന്നവരുടെ മതം പരിശോധിച്ചു നോക്കിയാൽ ഇവിടെയുള്ള വർഗീയമായ അജണ്ടകൾ തിരിച്ചറിയാൻ കഴിയുമെന്നൊക്കെ ഉത്തരവാദിത്തപ്പെട്ട കസേരകളിൽ ഇരുന്ന് ചിലർ ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത്തരത്തിലുള്ള പ്രസ്താവനകൾ നമ്മുടെ നാട്ടിന്റെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വിള്ളലുകളെ കുറിച്ച് അവർ ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ കീഴാള ജാതിയിൽപ്പെട്ടവർക്ക്, താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് മലപ്പുറം ജില്ലയിലെ മെജോറിറ്റിയായ മുസ്ലിം സമുദായത്തിന്റെ കൂടെ ജീവിക്കാൻ കഴിയാത്ത വിധം അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന ചില സാമുദായിക സംവിധാനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ഏറ്റവും ചുരുങ്ങിയത് അവരുടെ തന്നെ ചരിത്രം പരിശോധിച്ചു നോക്കണമെന്നാണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ പ്രിയപ്പെട്ടവരെ. അസവർണർക്ക് നല്ലത് ഇസ്ലാം എന്ന പേരിൽ നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടതായിട്ട് കാണാം. 1936 കേരള തീയ യൂത്ത് ലീഗ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പേരാണ് അസവർണർക്ക് നല്ലത് ഇസ്ലാം. ഈ പുസ്തകം ഏത് ആശയത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇവിടെ ഉണ്ടായിരുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട തീയ സമുദായം ഉയർന്ന ജാതിയിൽപ്പെട്ട സവർണ മേധാവിത്വത്തിന്റെ ഭാഗത്തു നിന്ന് നിരന്തരമായി അയിത്തത്തിന്റെയും അസ്പൃശ്യതയുടെയും പേരിൽ മാറ്റി നിർത്തലുകളും മരികവൽക്കരണങ്ങളും ഏറ്റുവാങ്ങിയപ്പോൾ ഒരു മതം സ്വീകരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഈ അവഗണനകളിൽ നിന്ന്, ഈ മാറ്റി നിർത്തലുകളിൽ നിന്ന്, ഈ നിരന്തരമായ അവഗണനകളിൽ നിന്ന് മോചനം തേടാൻ മറ്റൊരു മതം സ്വീകരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഏത് മതമാണ് നല്ലത് എന്നതിനെ കുറിച്ച് പഠനം നടത്തി ഒരു കൂട്ടം ലേഖകർ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പേരാണ് അസവർണർക്ക് നല്ലത് ഇസ്ലാം. സവർണരല്ലാത്ത താഴ്ന്ന ജാതിയിൽപ്പെട്ട, കീഴാള ജാതിയിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ മതം മാറാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് സ്വീകരിക്കാൻ എന്തുകൊണ്ടും നല്ല മതം ഇസ്ലാമാണ് എന്ന് വിശുദ്ധമായ ഇസ്ലാമിനെയാണ് തെരഞ്ഞെടുക്കാൻ അവര് മുന്നോട്ട് വെക്കുന്നത്. ആ പുസ്തകത്തിന്റെ രചന നടത്തിയത് അല്ലെങ്കിൽ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഏതെങ്കിലും മുസ്ലിം സംഘടനകളല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡല്ല, അങ്ങനെയുള്ള ഏതെങ്കിലും മുസ്ലിം ഐഡന്റിറ്റിയിലുള്ള പ്രസാധകരുമല്ല. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഇവിടെയുള്ള തീയ സഹോദരന്മാരുടെ വിദ്യാഭ്യാസവും വൈജ്ഞാനികവും സാമൂഹികവുമായ ഉത്ഥാനം മുന്നിൽ കണ്ടുകൊണ്ട് രൂപീകൃതമായ പ്രസ്താവനമാണ്, സംഘടനയാണ്, പ്രസ്ഥാനമാണ് കേരള തീയ യൂത്ത് ലീഗ്. ആ കേരള തീയ യൂത്ത് ലീഗ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന് രചന നടത്തിയിരിക്കുന്നത്, അതിലുള്ള ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് ഒന്ന് KP തയ്യിൽ, മറ്റൊന്ന് സഹോദരൻ അയ്യപ്പൻ. ആരാണ് KP തയ്യിൽ എന്ന് നിങ്ങൾ പഠിച്ചു നോക്കണം, ആരാണ് സഹോദരൻ അയ്യപ്പൻ എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കണം. ഇന്ന് മുസ്ലിം സമുദായത്തിന് നേരെ ഒരു വേള മുസ്ലിം മാധ്യമ പ്രവർത്തകന്റെ പേര് പോലും പരിശോധിച്ചു നോക്കിയിട്ട് തീവ്രവാദ ആരോപണം നടത്തുന്ന അത്തരത്തിലുള്ള ആളുകൾ അവര് നിലകൊള്ളുന്ന മഹിതമായ ഒരു പ്രസ്ഥാനമുണ്ട്. അത് ബഹുമാനപ്പെട്ട ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള പ്രസ്ഥാനമാണ്. ആ ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനാണ് സഹോദരൻ അയ്യപ്പൻ. ആ ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള SNDP യോഗത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം അലങ്കരിച്ചിരുന്ന അതിന്റെ പ്രധാനപ്പെട്ട വക്താവാണ് KP തയ്യിൽ. അങ്ങനെയുള്ള ആളുകൾ ചേർന്നുകൊണ്ട് അവര് പുറത്തിറക്കിയ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്നുള്ളത് താഴ്ന്ന ജാതിയിൽപ്പെട്ട സഹോദരങ്ങൾക്ക് മാനവികമായ മൂല്യങ്ങളും പരിഗണനകളും ലഭ്യമാകണമെങ്കിൽ അവർ വിശുദ്ധമായ ഇസ്ലാം സ്വീകരിക്കുന്നതാണ് നല്ലത് എന്നാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ജാതീയതയുടെ അതിർവരമ്പുകളില്ലാതെ, വംശീയതയുടെ അതിർവരമ്പുകളില്ലാതെ, കുടുംബപരമായ അതിർവരമ്പുകളില്ലാതെ മനുഷ്യനെ കാണായി, മനുഷ്യനെ മാനവികമായ മൂല്യങ്ങളുടെ പേരിൽ ചേർത്തിപ്പിടിക്കാൻ കഴിയുന്ന പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ മഹത്തായ ആശയധാരയാണ് വിശുദ്ധമായ ഇസ്ലാം എന്ന തിരിച്ചറിവാണ്.